തിരുവനന്തപുരത്തെ IB ഉദ്യോഗസ്ഥയായ യുവതി ജീവനൊടുക്കിയ കേസിൽ പ്രതി സുഗാന്തിൻ്റെ വാദങ്ങളെല്ലാം പച്ചക്കള്ളമാണ്. വിവാഹത്തിൽ നിന്ന് പിന്മാറിയതിന് പിന്നിൽ IB ഉദ്യോഗസ്ഥയുടെ കുടുംബത്തിൻ്റെ സമ്മർദ്ദമുണ്ടായിരുന്നുവെന്ന സുഗാന്തിൻ്റെ ആരോപണങ്ങളുടെ മുനയൊടിക്കുന്ന തെളിവുകൾ പുറത്തു വന്നിരിക്കുന്നു. യുവതിയെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട പ്രതിയുടെ നിർണായക വാട്സാപ്പ് സന്ദേശം പോലീസിന് ലഭിച്ചു. ജീവനൊടുക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് യുവതിയുടെ അമ്മയുടെ ഫോണിലേക്ക് അയച്ച സന്ദേശമാണ് പോലീസ് വീണ്ടെടുത്തത്. കോടതിയിൽ ഹാജരാക്കിയ സുഗാന്തിനെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ ലൈംഗികമായി ഉപയോഗിച്ചുവെന്നും വിവാഹത്തിൽ നിന്ന് പിന്മാറിയതാണ് ആത്മഹത്യക്ക് കാരണമെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. സുഗാന്തിനെ ഒളിവിൽ പോകാൻ സഹായിച്ച അമ്മാവൻ മോഹനെ കേസിൽ രണ്ടാം പ്രതിയാണ്. പത്തനംതിട്ട കൂടൽ സ്വദേശിയായ IB ഉദ്യോഗസ്ഥ കഴിഞ്ഞ മാർച്ച് 24-ലാണ് തിരുവനന്തപുരം ചാക്കയ്ക്ക് സമീപം റെയിൽവേ ട്രാക്കിൽ ജീവനൊടുക്കിയത്. അതിന് ദിവസങ്ങൾക്ക് മുമ്പ് യുവതിയുടെ മാതാവിന്റെ വാട്സാപ്പിലേക്കാണ് സഹപ്രവർത്തകനും കാമുകനുമായിരുന്ന സുഗാന്ത് സുരേഷ് വാട്സാപ്പ് സന്ദേശം അയച്ചത്. അതിൽ ഇങ്ങനെ പറയുന്നു: പ്രണയബന്ധത്തിൽ നിന്ന് പിന്മാറാൻ അവളോട് പലതവണ ആവശ്യപ്പെട്ടു. ഈ വിവാഹത്തെക്കുറിച്ച് ആലോചിക്കാൻ നിലവിലെ സാഹചര്യങ്ങൾ എന്നെ അനുവദിക്കുന്നില്ല. വിവാഹത്തിന്റെ പേരിൽ അച്ഛനെയും അമ്മയെയും അനിശ്ചിതത്വത്തിലാക്കാൻ എനിക്ക് താല്പര്യമില്ല. കൗൺസിലിങ്ങിനോ തെറാപ്പിക്കോ വിധേയയാകാൻ യുവതിയെ പ്രോത്സാഹിപ്പിക്കണമെന്നും സുഗാന്ത് സുരേഷ് ആവശ്യപ്പെടുന്നു. കുടുംബത്തിന്റെ അനിഷ്ടം അവഗണിച്ച് മകൾ പ്രണയിച്ച സഹപ്രവർത്തകനിൽ നിന്ന് ലഭിച്ച ഈ സന്ദേശം മാതാവ് ഫോണിൽ വിളിച്ച് യുവതി അറിയിച്ചു. സുഗാന്തിനോട് അടുത്തിടപഴകിയിരുന്ന IB ഉദ്യോഗസ്ഥ ഈ സന്ദേശം ലഭിച്ചതിന് പിന്നാലെ മാനസികമായി തകർന്ന ജീവനൊടുക്കാനുള്ള തീരുമാനം ഉറപ്പിക്കുകയായിരുന്നുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. വിവാഹം കഴിക്കാമെന്ന ഉറപ്പിൽ ശാരീരികമായും സാമ്പത്തികമായും ഒരുപാട് ദുരുപയോഗം ചെയ്ത സുഗാന്ത് ഗർഭചിത്രം വരെ നടത്തിച്ചതിനു ശേഷം വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ ശ്രമിച്ചതാണ് 24-കാരിയെ മരണത്തിലേക്ക് തള്ളിവിട്ടതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതിനെ തുടർന്ന് സുഗാന്ത് പോലീസിൽ കീഴടങ്ങുകയായിരുന്നു. വിശദമായ ചോദ്യം ചെയ്യലിനു ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ ലൈംഗികമായി ഉപയോഗിച്ചതായി റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. സുഗാന്ത് പലതവണ പണം കൈപ്പറ്റുകയും ചെയ്തു. ഇയാൾക്ക് ഒളിവിൽ പോകാനുള്ള സഹായം ചെയ്തു നൽകിയത് അമ്മാവൻ മോഹനനാണ്. ഒളിവിൽ പോകാൻ വാഹനം ഏർപ്പെടുത്തുകയും ഫാം ഹൗസിൽ ഒളിവിൽ താമസിപ്പിക്കുകയും ചെയ്തു. കേസിൽ ഇയാളെ രണ്ടാം പ്രതിയാക്കിയിട്ടുണ്ട്. സുഗാന്തും യുവതിയും തമ്മിലുള്ള ടെലഗ്രാം ചാറ്റിലെ വിശദാംശങ്ങളും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. IAS കോച്ചിങ്ങിന് പോകുന്ന സമയത്ത് ജയ്പൂരിൽ വെച്ച് മറ്റൊരു യുവതിയെയും സുഗാന്ത് വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി ചൂഷണം ചെയ്തു. IBയിലെ ട്രെയിനിങ് സമയത്ത് മറ്റൊരു യുവതിയെയും വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി ഉപയോഗിച്ചു. പ്രതിയുടെ അപ്പാർട്ട്മെന്റിലും തിരുവനന്തപുരത്തും ചെന്നൈയിലും യുവതികളെ എത്തിച്ചിട്ടുണ്ട്. ആത്മഹത്യ ചെയ്ത IB ഉദ്യോഗസ്ഥ ഗർഭിണിയായത് സുഗാന്തിൽ നിന്ന് തന്നെയാണെന്ന് ഡോക്ടർ മൊഴി നൽകിയതായും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം.